ചാലക്കുടിയിൽ പെയിന്റ് ഗോഡൌണിൽ തീ അണച്ചു. നോർത്ത് ചാലക്കുടിയിലെ പെയിന്റ് സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. ചാലക്കുടി, പുതുക്കാട്, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചാലക്കുടിയിൽ നമുക്കൊപ്പം ചേരുന്നത്. ലെവിൻ, അങ്ങനെ പൂർണ്ണമായി തീ അണച്ചിരിക്കുന്നു, ആശങ്ക അവസാനിച്ചു എന്ന് തന്നെ പറയാം അല്ലേ? അബിനിൽ, പൂർണ്ണമായും ആശങ്ക അവസാനിച്ചു. തീ ഇവിടെ മുഴുവനായും കെടുത്തിയതിനു ശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തിരികെ മടങ്ങുന്നതിനുള്ള ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്താണ് തീ ആളിപ്പടർന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ആ ഭാഗത്ത് വലിയ തോതിൽ ഈ ഗോഡൌണിൽ നിന്നും പെയിന്റും മറ്റും ആളിപ്പടരുകയായിരുന്നു. രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ മാർട്ടിൻ UB വന്ന് ഈ സ്ഥാപനം തുറക്കുന്നതും മെയിൻ സ്വിച്ചുകളൊക്കെ ഓൺ ചെയ്യുന്നതും. ആ സമയത്ത് അല്പസമയങ്ങൾക്കകം ഈ ഗോഡൌണിന് പിൻഭാഗത്ത് നിന്നും പെയിന്റുകൾ സൂക്ഷിച്ച ഭാഗത്ത് നിന്നും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീ ആളിപ്പടർന്നതായിട്ടാണ് സംശയിക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ വലിയ തീയായി മാറുകയായിരുന്നു. ഈ പ്രദേശമാകെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഗോഡൌൺ തൊട്ട് ഇടതും വലതുമായി 2 സ്ഥാപനങ്ങൾ, ഒരു കർട്ടൻ ഷോപ്പും ഒരു ഫർണിച്ചർ ഷോപ്പുമാണ് ഉള്ളത്. ബന്ധുക്കളായിട്ടുള്ള അല്ലെങ്കിൽ സഹോദരന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു വ്യാപാര സമുച്ചയമാണിത്. ഇവിടെ 100-ലധികം ജീവനക്കാരാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ തീപിടുത്തമുണ്ടായ ഷോപ്പിൽ 75 പേർ ജോലി ചെയ്തിരുന്നു. അവരൊക്കെ എത്തുന്നതിന് മുൻപാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഏതായാലും അപകടം സാധ്യതകളെല്ലാം പൂർണ്ണമായി ഒഴിവായി. തൊട്ടടുത്തൊരു ഗ്യാസ് ഏജൻസിയുടെ ഗോഡൌൺ ഉണ്ടായിരുന്നു. അവിടെ നിന്നും സിലിണ്ടറുകളൊക്കെ പൂർണ്ണമായി മാറ്റുകയും നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തു. ആ അപകടം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തീപിടുത്തം നടക്കുന്ന സമയത്ത് കനത്ത മഴ പെയ്തതും തീപിടുത്തത്തിൻ്റെതായിട്ടുള്ള വ്യാപ്തി കുറയ്ക്കുന്നതിന് കാരണമായി. ഏകദേശം 2.5 മണിക്കൂറോളം ജോലി ചെയ്ത് 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചാലക്കുടി, മാള, പുതുക്കാട്, ഇരിങ്ങാലക്കുട, അങ്കമാലി, പെരുമ്പാവൂർ, തൃശ്ശൂർ തുടങ്ങിയ 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചേർന്ന് പ്രവർത്തിച്ചതിനാലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായിട്ടുള്ളത്. 5 കോടി രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. പെയിന്റുകൾ, പെയിന്റിംഗ് സാമഗ്രികൾ, അതോടൊപ്പം തന്നെ പ്ലൈവുഡുകൾ തുടങ്ങിയ സാധനങ്ങളാണ് കത്തി നശിച്ചത്. ഈ സ്ഥാപനത്തിൻ്റെ ഗോഡൌണിൻ്റെ നല്ലൊരു ശതമാനം ഭാഗവും കത്തി നശിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു അപകടമായിരുന്നു. ആളപായമില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. 5 കോടി രൂപയുടെ നഷ്ടം പ്രാഥമികമായി കണക്കാക്കുന്നു. ഏതായാലും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ ഒരു സമയോചിതമായ യോജിച്ചുള്ള ഇടപെടൽ കൊണ്ടാണ് ഇത്ര വലിയൊരു അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാനായത്. എല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ട് ഈ തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായി. തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും 2 യൂണിറ്റ് ഫയർഫോഴ്സുകൾ ഇപ്പോൾ ഇവിടെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പെയിന്റിംഗ് സാമഗ്രികളായതുകൊണ്ട് തന്നെ തീ ഇനിയും പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൂടി കണക്കാക്കി കുറച്ച് ഉദ്യോഗസ്ഥർ ഇവിടെ തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. സംഭവത്തിൽ ശരി, അങ്ങനെ ചാലക്കുടി പെയിന്റ് ഗോഡൌണിലെ തീ അണച്ചിരിക്കുകയാണ്. ഇനി തീപിടുത്തം ഉണ്ടായാൽ അത് അണയ്ക്കുന്നതിന് വേണ്ടി ഒരു റിസർവ് ഉദ്യോഗസ്ഥരുടെ ഒരു റിസർവ് സംഘത്തെ അവിടെ വിനിയോഗിക്കുമെന്നുള്ളതാണ് ലെവിൻ കെ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്.